ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒന്നാമത് ചോദ്യത്തിലേക്ക് വരാം. 120 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ഗോളത്തെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ കിട്ടുന്ന ഓരോ അർദ്ധഗോളത്തിൻ്റെയും ഉപരിതല പരപ്പളവ് എത്ര? നമുക്ക് ആൻസറിലേക്ക് വന്നാലോ. ചോദ്യം എന്തായിരുന്നു? ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം. ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? 4πr² അല്ലേ. അപ്പൊ അതിന്റെ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത് 120. എങ്കിൽ അവിടെ നിന്ന് πr² എന്ന് പറഞ്ഞാൽ ഈ 4നെ ഇപ്പുറം കൊണ്ടുവന്നാൽ പോരെ, ഗുണിക്കുന്ന സംഖ്യ ഇപ്പുറം കൊണ്ടുവന്നാൽ ഹരിക്കാനാവത്തില്ലേ? 120/4 എന്ന് പറയുമ്പോൾ 30 എന്ന് വരത്തില്ലേ? πr² വില 30 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം ഈ ഗോളത്തെ 2 അർദ്ധഗോളങ്ങളാക്കിയാൽ ലഭിക്കുന്നതിന്റെ ഉപരിതല വിസ്തീർണം. അപ്പൊ അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 3πr². 3 ഗുണം πr² വില നമുക്ക് ഈ πr² വില 30 എന്ന് കിട്ടിയായിരുന്നല്ലോ. അപ്പൊ 3 ഗുണം 30, 3 × 30 90. ആൻസർ 90 cm². രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് കൃത്യമായവ തിരഞ്ഞെടുക്കുക. 3ൽ 2നും 4ൽ 3നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് 7ൽ 5. 5ൽ 3നും 4ൽ 3നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് 8ൽ 5. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? 3ൽ 2നും 4ൽ 3നും ഇടയ്ക്കുള്ളതാണ് 7ൽ 5 എന്ന. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ആ ഭിന്നസംഖ്യ ഒന്ന് ഹരിച്ചു നോക്കിയാൽ മതി. ഈ 2നെ എത്ര കൊണ്ട് ഹരിക്കാൻ? 3 കൊണ്ട് ഹരിക്കാനല്ലേ. അപ്പോൾ 2/3. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഒരു 0 കൊടുത്തു, 0 കൊടുക്കുക, മേളിൽ പോയിന്റ് കൊടുക്കുക. 20-നകത്ത് 3 6 പ്രാവശ്യം, 6 3 18. വീണ്ടും 2 എഴുതി ഒരു 0 കൊടുത്തു. 20-നകത്ത് 3 6 പ്രാവശ്യം, 6 3 18. അപ്പോൾ 2/3 അല്ലെങ്കിൽ 3ൽ 2ന് പകരം കിട്ടിയത് 0.66 എന്നാണ്. അടുത്ത നിങ്ങൾക്കെല്ലാം അറിയാം 3/4. 4ൽ 3 എന്ന് പറഞ്ഞാൽ മുക്കാലല്ലേ. മുക്കാലിനെ 0.75 എന്ന് എഴുതിയാൽ പോരെ. അല്ല എങ്കിൽ ഹരിക്കുക. 3നെ 4 കൊണ്ട് ഹരിക്കുന്നു. ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 7 4 28. ബാക്കി 2 0 5 4 20. 0.75 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് 0.66നും 0.75നും ഇടയ്ക്കാണോ ഈ കിടക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ഹരിച്ചു നോക്കാം. 5നെ എത്ര കൊണ്ട് ഹരിക്കാന്? 7 കൊണ്ട് ഹരിക്കാനല്ലേ. അപ്പോൾ ഒരു 0 കൊടുത്തു, 50 എന്നായി. ഇവിടെ പോയിന്റ് കൊടുത്തു. അപ്പോൾ 0 കൊടുക്കും, പോയിന്റ് കൊടുക്കുക. 50-നകത്ത് 7, 50-നകത്ത് 7 7 പ്രാവശ്യം അല്ലേ. 7 7 49. വീണ്ടും 1 ഒരു 0 കൊടുത്തു, 10 എന്നായി. ഒരു 7 7, ബാക്കി 3. നോക്കിക്കേ, 0.66നും 0.75നും ഇടയ്ക്കുള്ളൊരു വിലയല്ലേ 0.71. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളത് തന്നെയല്ലേ 5/7 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7ൽ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അതേപോലെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. 5ൽ 3നും 4ൽ 3നും ഇടയ്ക്കാണ് 8ൽ 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ഹരിച്ചു നോക്കാം. 3നെ എത്ര കൊണ്ട് ഹരിക്കാൻ? 5 കൊണ്ട് ഹരിക്കാൻ. 3നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു 0 കൊടുത്തു, 30 പോയിന്റ് കൊടുത്തു. 30-നകത്ത് 5 6 പ്രാവശ്യം അല്ലേ. 6 5 30 ശിഷ്ടം 0. അപ്പോൾ മേലെ കിട്ടിയത് 0.6 അടുത്ത നേരത്തെ നമ്മൾ ചെയ്തതല്ലേ 3/4. 3/4 എന്ന് പറഞ്ഞാൽ 0.75 തന്നെയല്ലേ. വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. 3നെ 4 കൊണ്ട് 0 7 പോയിന്റ് കൊടുത്തു. 7 4 28, 2 0 5 4 20. 0.7. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 0.6നും 0.75നും ഇടയ്ക്കാണോ ഇതെന്ന് നോക്കണം. അതിന് നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 5നെ 8 കൊണ്ടൊന്ന് ഹരിക്കുക. ഒരു 0 കൊടുത്തു, പോയിന്റ് കൊടുത്തു. 50-നകത്ത് 8, 50-നകത്ത് 8 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം അല്ലേ. 6 8 48. ബാക്കി 2 0. 20-നകത്ത് 8 2 പ്രാവശ്യം അല്ലേ. നോക്കിക്കേ, 0.6നും 0.75നും ഇടയ്ക്കുള്ളൊരു വിലയല്ലേ 0.62 എന്ന് പറയുന്നത്. ആണോ അല്ലയോ? അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. 5ൽ 3നും 4ൽ 3നും ഇടയ്ക്കുള്ള ഭിന്നസംഖ്യയാണ് 8ൽ 5. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1ഉം 2ഉം ശരി. മൂന്നാമത് ചോദ്യം നോക്കിയേ. ഒരു ഇലക്ട്രിക് ബെൽ ഓരോ 60 സെക്കൻഡിലും മണിയടിക്കുന്നു. മറ്റൊരു ബെൽ ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു. രണ്ടും ഒരുമിച്ച് രാവിലെ 10 മണിക്ക് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മണി മുഴങ്ങുന്ന ഏറ്റവും അടുത്ത സമയം ഏത്? അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാനുള്ള രീതി നോക്കിക്കേ. ഒന്നാമത്തെ മണി ഓരോ 60 സെക്കൻഡിലുമാണ് അടിച്ചത്. രണ്ടാമത്തത് ഓരോ 62 സെക്കൻഡിലുമാണ് അടിച്ചത് ആണേ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് രാവിലെ 10 മണിക്ക് 10 AM അടിച്ചു. ഇനി അടുത്ത എപ്പോഴാണ് ഇനി ഒരുമിച്ച് അടിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ തരുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുന്നു, ലസാഗു കണ്ടുപിടിക്കുന്നു. നോക്കിക്കേ, 60ഉം 62ഉം 2 കൊണ്ട് ഹരിക്കാം. 60ന്റെ പകുതി 30, 62ന്റെ പകുതി 31. ഇനി ഇതിനെ ഹരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ LCM എന്ന് പറയുന്നത് ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. LCM അല്ലെങ്കിൽ ലസാഗു 2 × 30 × 31. 30 × 31 930 അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1860 എന്ന് കിട്ടും. അത്ര ഇത് രണ്ടിലും സെക്കൻഡിലല്ലേ പറഞ്ഞേക്കുന്നത്, അത്രയും സെക്കൻഡ് എന്ന് കിട്ടി.
ഈ സെക്കൻഡിനെ നമുക്ക് മിനിറ്റ് ആക്കിക്കൂടെ? സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിച്ചാൽ പോരെ? അപ്പോൾ ഈ 1860 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നു? 60 കൊണ്ട് ഹരിക്കുന്നു. ഈ സെക്കൻഡിനെ എന്തിലേക്കാക്കാൻ? മിനിറ്റിലേക്കാക്കാൻ. അപ്പോൾ ഈ ഒരു പൂജ്യവും ഒരു പൂജ്യവും കളഞ്ഞു. 186നെ 6 കൊണ്ട് ഹരിക്കുന്നു. 186നകത്ത് 6, 18നകത്ത് 6 3 പ്രാവശ്യം, 6നകത്ത് 6 1 പ്രാവശ്യം. അപ്പോൾ 31 മിനിറ്റ് എന്ന് കഴിയും. അപ്പോൾ 10 മണി കഴിഞ്ഞ് 31 മിനിറ്റിനകം അടുത്ത അടിക്കും എന്ന് പറയുമ്പോൾ 10:31. അടുത്ത ഇനി ഒരുമിച്ച് മുഴങ്ങുന്നത് 10:31 AM ആയിരിക്കും. 10:31. 10 മണി കഴിഞ്ഞ് 31 മിനിറ്റിനകമായിരിക്കും അടുത്ത അടിക്കുന്നത്. ഒരു ക്ലാസ്സിലെ 20 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം, 30 പെൺകുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ് എങ്കിൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ശരാശരി ഭാരം എത്ര? അപ്പോൾ നോക്കി ഈ ചോദ്യം. 20 പേരുടെ ശരാശരി 40, 20 ആൺകുട്ടികളുടെ ശരാശരി 45, എണ്ണവും ഉണ്ട് ശരാശരി ഉണ്ട് എങ്കിൽ നമുക്ക് തുക കണ്ടുപിടിച്ചൂടെ? തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? എണ്ണം ഗുണം ശരാശരി. തുകയുടെ ഇക്വേഷൻ എണ്ണം ഗുണം ശരാശരി. അപ്പോൾ 20നെ നമ്മൾ 45 കൊണ്ട് ഗുണിക്കുന്നു. 20 ഗുണം 45, 45 2 90, ഒരു പൂജ്യം കൂടി. തുക കണ്ടുപിടിക്കാൻ എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചു. 20 ഗുണം 45 900 എന്ന് കിട്ടി. അതേപോലെ ഇനി 30നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു? 40 കൊണ്ട് ഗുണിക്കുന്നു. എണ്ണവും ഉണ്ട് ശരാശരിയും ഉണ്ട്. അപ്പോൾ 30 ഗുണം 40, 3 4 12 2 പൂജ്യം കൂടി 1200 എന്ന് കിട്ടി. അപ്പോൾ ആകെ തുക നോക്കിക്കേ. ആകെ തുക ആൺകുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 900 ആണ്, പെൺകുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ ആകെ തുക എന്ന് പറയുമ്പോൾ 1200ഉം 900 ചേർത്ത് 2100 എന്ന് കിട്ടി. ആകെ കുട്ടികളുടെ എണ്ണം ആൺകുട്ടികൾ 20, പെൺകുട്ടികൾ 30. ആകെ കുട്ടികളുടെ എണ്ണം 50 ആണ്. നമ്മുടെ ചോദ്യം എന്തുവാ? ആകെ കുട്ടികളുടെ ശരാശരി കണ്ടുപിടിക്കേണ്ടത്. ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാമല്ലോ. ശരാശരി ഇക്വേഷൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക എന്ന് പറയുന്നത് 2100 ആണ്. 2100 ബൈ 50 എന്ന് വരും. ഒരു പൂജ്യം കളഞ്ഞു. 210നെ 5 കൊണ്ട് ഹരിക്കാൻ. 21നകത്ത് 5 4 പ്രാവശ്യം, 10നകത്ത് 5 2 പ്രാവശ്യം. ആൻസർ 42. മൊത്തം കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 42. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. നീളം 2 സെന്റിമീറ്റർ കൂട്ടി ചതുരം വലുതാക്കിയപ്പോൾ ഈ അംശബന്ധം 5:3 ആയി എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്രയായിരുന്നു? അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2 ആണേ. അപ്പോൾ നീളത്തെ നമ്മൾ ആദ്യത്തെ 3 അല്ലേ, അതുകൊണ്ട് 3x എന്ന് എടുക്കാം. വീതി ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 2x എന്ന് എടുക്കാം. നീളത്തിന്റെ റേഷ്യോ 3 ആയതുകൊണ്ട് 3x എന്ന് എടുത്തു. വീതിയുടെ റേഷ്യോ 2 ആയതുകൊണ്ട് 2x എന്ന് എടുത്തു. ഇനി എന്തോ പറഞ്ഞേക്കുന്നത്? നീളം എത്ര കൂട്ടി? 2 കൂട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3xന്റെ കൂടെ എത്ര കൂടെ കൂടി? 2 കൂടെ കൂടി. ഇത് സംഖ്യ തമ്മിൽ കൂട്ടാൻ പറ്റത്തില്ല. എക്സ് അതേപോലെ എഴുതി. 3x + 2 എന്ന് എഴുതി. വീതിക്ക് മാറ്റം വല്ലതും വന്നോ? അപ്പോൾ വീതിക്ക് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2x എന്ന് തന്നെ എഴുതി. അപ്പോൾ നീളം എന്ന് പറയുന്നത് 3x + 2, വീതി എന്ന് പറയുന്നത് 2x. അപ്പോൾ കിട്ടിയ അംശം എന്ത്? കിട്ടിയെന്ന് കാണിക്കാൻ സമം കിട്ടും. കിട്ടിയ അംശം എന്താണ്? എത്ര? 5:3. ഒന്നുകൂടി. നീളത്തിന്റെ റേഷ്യോ 3 ഉണ്ടായിട്ട് 3x, വീതിയുടെ റേഷ്യോ 2 ഉണ്ടായിട്ട് 2x. നീളം 2 കൂട്ടി, 3xന്റെ കൂടെ 2 കൂടി. വീതിക്ക് ഒന്നും മാറ്റമില്ല, അതുകൊണ്ട് 2x തന്നെ കൊടുത്തു. അപ്പോൾ കിട്ടിയ റേഷ്യോ ആണ് 5:3. ഈസ്റ്റ് മാറ്റി ബൈ ആക്കുക, ക്രോസ് വെക്കുക, ആൻസറിലേക്ക് വരാം. നമുക്ക് നോക്കിക്കേ. ഈസ്റ്റ് മാറ്റി ഒന്ന് ബൈ ആക്കിക്കേ. 3x + 2 ബൈ 2x = 5/3. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ 3നെ താണ്ട ഇങ്ങോട്ട് ഗുണിക്കുക, ഈ 2x താണ്ട ഇങ്ങോട്ട് ഗുണിക്കുക. പറഞ്ഞു 3 × 3x എന്ന് പറഞ്ഞാൽ 9x ആയില്ലേ? 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആയില്ലേ? ഇവിടെ 5x × 2 എന്ന് പറഞ്ഞാൽ 5 × 2x എന്ന് പറഞ്ഞാൽ 10x ആയില്ലേ? എക്സ് അല്ല ഒരിടത്ത്, സംഖ്യ അല്ല ഒരിടത്ത്. ഈ 9xനെ നമുക്ക് അങ്ങ് അപ്പുറം കൊണ്ടുപോകാം. അപ്പൊ 6 = 10x - 9x. 10xൽ നിന്ന് 9x കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 1x അല്ലേ? അപ്പൊ എക്സിന്റെ വില അല്ലെങ്കിൽ 1xന്റെ വില എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം എന്തുവാ? ആദ്യത്തെ ചതുരത്തിന്റെ നീളം. നോക്കിക്കേ. ആദ്യത്തെ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 3x എന്നല്ലേ എടുത്തേ. അപ്പൊ 3xന്റെ വില കണ്ടുപിടിക്കാൻ 3 ഗുണം എക്സിന്റെ വില 6 എന്നല്ലേ കിട്ടിയേ. 3 ഗുണം 6, നീളം എന്ന് പറയുന്നത് 18. ആദ്യത്തെ ചതുരത്തിന്റെ നീളം 18. വീതിയാണ് ചോദിച്ചെങ്കിലോ 2 ഗുണം എക്സിന്റെ വില 6 എന്ന് കിട്ടിയേനെ. 2 × 6 12 എന്ന് കിട്ടിയേനെ. പക്ഷെ നമ്മുടെ നീളമായതുകൊണ്ട് ആദ്യത്തെ ചതുരത്തിന്റെ നീളം 3x ആയിരുന്നു. അതുകൊണ്ട് 3 ഗുണം 6 18. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. 5 മൈൽ എന്നത് 8 കിലോമീറ്റർ ആണ്. മൈലിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ 1.609 കൊണ്ട് ഗുണിച്ചാൽ മതി.
എന്തിനെ? മൈലിനെ കിലോമീറ്ററിലോട്ടാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കുക? 1.609 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ എത്ര മൈലാണ് പറഞ്ഞേക്കുന്നത്? 5 മൈലല്ലേ. അപ്പോൾ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 1.609 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്ന് ഗുണിച്ചേ, പോയിന്റ് മാറ്റി ഒന്ന് ഗുണിച്ച് നോക്ക്. 9×5 45, ശിഷ്ടം 4, ഇവിടെ 6×5 30, ശിഷ്ടം 3, 5×3 8, 8.045 എന്ന് വന്നില്ലേ? അത്രയും കിലോമീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്രോക്സിമേറ്റ് ആയിട്ട് വേണമെങ്കിൽ എത്ര കിലോമീറ്റർ എന്ന് പറയാം? 8 ബാക്കി എടുത്തില്ലെങ്കിൽ 8 കിലോമീറ്റർ എന്ന് അപ്രോക്സിമേറ്റ് പറയാം. അപ്പൊ നമുക്ക് അവിടെ അറിയേണ്ട പ്രത്യേകത, മൈലിനെ എന്താക്കാൻ? കിലോമീറ്ററിലോട്ടാക്കാൻ 1.609 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരാം. രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ, 2 കിലോമീറ്റർ എന്നത് 1.25 മൈലാണ്. തിരിച്ചാ കിലോമീറ്ററിനെ എന്തിലേക്ക് കൊണ്ടുവന്നു? മൈലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ കിലോമീറ്ററിനെ മൈലാക്കാൻ പറഞ്ഞാൽ 0.621 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്ററിനെ എന്താക്കാൻ പറഞ്ഞാൽ? മൈലാക്കാൻ പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കുക? 0.621 കൊണ്ട് ഗുണിക്കുക. എത്ര കിടക്കുന്നത്? 2 കിലോമീറ്റർ അല്ലേ. അപ്പൊ 2 ഗുണം 0.621 ഒന്ന് ഗുണിച്ചു നോക്കിക്കേ. 1 2 2 2 2 4 6 2 12. ഒരു സാധനം അല്ലേ ഇങ്ങോട്ട് മാറ്റി? 3 സാധനം അല്ലേ? 1 2 3 സാധനം മാറ്റിയാൽ 1.242. അപ്രോക്സിമേറ്റ് ആയിട്ട് വേണമെങ്കിൽ 1.2542നെ വേണമെങ്കിൽ 25 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. അപ്രോക്സിമേറ്റ് വാല്യൂസ് എടുത്തേ. ഇനി 3 4 ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? കിലോമീറ്റർ per hourനെ എന്തിലേക്കാക്കാൻ? മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ. കിലോമീറ്റർ per hourനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 18×5 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ 54 ഗുണം 18×5. ഇവിടെ 54 18 കൂടെ കട്ട് ചെയ്തു 3 ഗുണം 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. കിലോമീറ്റർ per hourനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ 18×5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 54-നകത്ത് 18 3 പ്രാവശ്യം 3 ഗുണം 5 15. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന 10. അപ്പോൾ ഓൾറെഡി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ എന്താക്കാൻ? കിലോമീറ്റർ per hour ആക്കാനല്ലേ. അപ്പൊ ഈ കിടക്കുന്നതിനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പൊ 5 ആണല്ലേ ഇവിടെ അല്ലേ. അപ്പൊ 5 ഇൻറ്റു ഇവിടെ തിരിച്ചെഴുതി 18/5. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ per hourലോട്ടാക്കാൻ ഈ 18×5 തിരിച്ചെഴുതി 18/5 എന്ന് എഴുതി. ഈ മേളത്തെ 5ഉം താഴത്തെ 5ഉം വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് 18 കിലോമീറ്റർ per hour എന്നാണ് വരുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് 24 എന്നാണ്. അപ്പം നാലാമത്തെ പ്രസ്താവന എന്തായി? തെറ്റായി. നോക്കിക്കേ, 4 പ്രത്യേകം ഒന്നുകൂടെ നോക്കിക്കേ. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞേക്കുന്നത് എന്തുവാ? 5 മൈൽ എന്നത് 8 കിലോമീറ്ററാണ്. നിങ്ങൾ അറിയേണ്ടത് മൈലിനെ എന്താക്കാൻ? കിലോമീറ്റർ ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കുക? 1.609 കൊണ്ട് ഗുണിക്കുക. 5നെ 1.609 കൊണ്ട് ഗുണിച്ചപ്പം 8.045. അപ്രോക്സിമേറ്റ് ആയിട്ട് വേണമെങ്കിൽ 8 എന്ന് എഴുതാം. ഒന്നാമത്തെ വേണമെങ്കിൽ ശരിയാണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 2 കിലോമീറ്റർ എന്നത് 1.25 മൈലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ കിലോമീറ്ററിനെ എന്താക്കാൻ പറഞ്ഞു? മൈലാക്കാൻ പറഞ്ഞു. കിലോമീറ്ററിനെ മൈലാക്കാൻ പറഞ്ഞാൽ എത്ര കൊണ്ട് ഗുണിക്കുക? 0.621 കൊണ്ട് ഗുണിക്കുക. 0.621. ഇവിടെ 2 കിലോമീറ്റർ ആയതുകൊണ്ട് 2 × 0.621 എന്ന് പറയുന്നത് 1.24 എന്ന് കിട്ടി. വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 1.25 എന്ന് എഴുതാം. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയായി. 1ഉം 2ഉം വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. മൂന്നാമത്തെ പ്രസ്താവന കിലോമീറ്റർ per hourനെ എന്താക്കാൻ? മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ. കിലോമീറ്റർ per hourനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറഞ്ഞാൽ 18/5 കൊണ്ട്. ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി. കിലോമീറ്റർ per hourനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18/5 കൊണ്ട്. മറ്റേത് വന്നാൽ അതിനെ തിരിച്ച് 18/5 കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. 0.333 എക്സെട്ര ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമുക്ക് 2 കാര്യങ്ങളൊന്നും നോക്കിക്കേ. 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ പോയിന്റ് ശേഷം ഒരേ സംഖ്യയല്ലേ ആവർത്തിക്കുന്നത്. ഇതിന് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 1/9. ഒരേ അക്കമാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആ അക്കം ബൈ 9. 0.222 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2/9. പോയിന്റ് ശേഷം ഒരേ അക്കമാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആ അക്കം ബൈ 9. 0.333 എക്സെട്ര എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച സംഖ്യ 3 അല്ലേ, 3/9. എങ്കിൽ അതേപോലെ 0.777 എക്സെട്ര എന്ന് പറഞ്ഞാൽ 7/9. അപ്പൊ പോയിന്റിന് ശേഷം ഒരേ അക്കങ്ങളാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആ അക്കം ബൈ 9 എഴുതി. ഇനി തിരിച്ച് 1/9 എന്ന് വന്നാൽ 0.111 എഴുതിക്കൂടെ. 2/9 എന്ന് വന്നാൽ 0.22 എന്ന് എഴുതിക്കൂടെ.
3/9 എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്രാ എന്ന് എഴുതിക്കൂടെ? 7/9 എന്ന് പറഞ്ഞാൽ 0.77 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ വരുന്നത് പോയിന്റിന് ശേഷം ഒരേ സംഖ്യ ആവർത്തിക്കുകയാണെങ്കിൽ ആ സംഖ്യ അക്കം ബൈ ഒരു 9. എങ്കിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് പറ. നമുക്ക് വേണ്ടുന്നത് 0.333 എക്സെട്രാ എന്നല്ലേ? അപ്പൊ ഇതിന് ഒരേ അക്കം ആയതുകൊണ്ട് 3 എഴുതി, ഒരേ അക്കം ആയതുകൊണ്ട് ഒരു 9 കൊണ്ട് ഹരിച്ചു, ദ ഹോൾ സ്ക്വയർ. ഇതിനെ ചെറുതാക്കിയാൽ പോരടെ? 3നെ 9നെ ചെറുതാക്കുന്നു. 3നകത്ത് 3 ഒരു പ്രാവശ്യം, 9നകത്ത് 3 3 പ്രാവശ്യം. അപ്പോൾ 1/3 അതിന്റെ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? ഒന്ന് സ്ക്വയർ എടുത്ത് പറ. 1ന്റെ സ്ക്വയർ 1 തന്നെ, 3ന്റെ സ്ക്വയർ 9, 1/9. നമ്മൾ പഠിച്ചല്ലോ 1/9 എന്ന് വന്നാൽ 0.111 എക്സെട്രാ. ഇതിന്റെ വിലയായിട്ട് 0.111 എക്സെട്രാ. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ സി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. കോൺ എ ബി ഡിയുടെ വില 30 ഡിഗ്രി തന്നു എങ്കിൽ കോൺ എ സി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അതിന് മുമ്പ് നമുക്കൊരു നിയമം നോക്കിയതിന് ശേഷം തിരിച്ചു വരാം. നോക്കിക്കേ, ഒന്നാമത്തെ റൂൾ നമ്മൾ പഠിക്കാൻ പോവാം. ഇത് ചെയ്യണമെങ്കിൽ അതാണ്ട് ഇതൊരു വൃത്തമല്ലേ, ഇതൊരു സർക്കിൾ അല്ലേ? അതാണ്ട് ചെറിയൊരു ചാപം, അതാണ്ട് ഇതൊരു ആർക്കാണ്. ഈ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ താണ്ടെ ഒരു കോൺ ഉണ്ടാക്കുന്നു. ഈ കോണിന്റെ അളവ് എത്രയായാലും ഞാൻ എക്സ് എന്ന് വല്ലതും കൊടുക്കുക. അതിന്റെ ബാക്കി ഭാഗം, ഈ ചാപത്തിന്റെ ബാക്കി ഭാഗമല്ലേ ഇത്? ആ ബാക്കി ഭാഗത്തുണ്ടാക്കിയ ആംഗിൾ, ദാണ്ട് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അതിന്റെ നിയമം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടോ. ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ എവിടെ ഉണ്ടാക്കിയാലും. ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ എവിടെ വന്നാലും. എന്റെ ചോദ്യം നോക്കിക്കേ, ഇതൊരു 50 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ മേളത്തെ എത്രയായിരിക്കും നിങ്ങൾ പറ? ഈ 50ന്റെ പകുതി അങ്ങ് എടുത്താൽ പോരെ? 25. തിരിച്ചു പറഞ്ഞാൽ ഈ മേളത്തെ 25 ഉണ്ടെങ്കിൽ ഈ നടുക്ക് വരുന്നതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? 25ന്റെ ഇരട്ടി 50. ഞാൻ അതൊന്ന് മായ്ക്കുവാണ്, ശ്രദ്ധിച്ച് പറയണേ നിങ്ങൾ. നോക്കി, ഞാൻ ഇവിടെ ഒരു 40 ആക്കി, മേളിൽ മറുചാപത്തിൽ ഉണ്ടാക്കിയ 40 ആക്കി. എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കേന്ദ്രത്തിൽ വരുന്നത് ഈ 40ന്റെ ഇരട്ടിയായിട്ടുള്ള എത്ര ആയിരിക്കും? 80 ആയിരിക്കും. എങ്കിൽ എന്റെ ചോദ്യം ഞാൻ എന്താണ്ട് ഇവിടെ ഒരു 60 ആക്കി. എങ്കിൽ മേള എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഈ 60ന്റെ പകുതി ആയിരിക്കത്തില്ലേ? തിരിച്ചു പറഞ്ഞാൽ മേളത്തതിന്റെ ഇരട്ടി നടുക്ക്, നടുക്കലത്തതിന്റെ പകുതി മേളിൽ. എങ്കിൽ അതേപോലെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. കണ്ടീഷൻ അല്ലെങ്കിൽ നിയമം മനസ്സിലായോ? കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും മേളി വരുന്നത്. തിരിച്ചു പറഞ്ഞാൽ മേളിലുണ്ടാക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും കേന്ദ്രത്തിൽ വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നോക്കിയിട്ട്, ഇവിടെ ഒരു 120 ഉണ്ടെങ്കിൽ, കേന്ദ്രത്തിൽ ഒരു 120 ഉണ്ടെങ്കിൽ മേളിൽ അതിന്റെ പകുതിയായിട്ടുള്ള എത്ര കൊടുക്കാം നമുക്ക്? 60 കൊടുക്കാം. തിരിച്ചു പറഞ്ഞാൽ മേളത്തത് 60 ആണെങ്കിൽ കേന്ദ്രത്തിൽ എത്രയായിരിക്കും? 120. കേന്ദ്രത്തിന്റെ പകുതി ആയിരിക്കും മേളിൽ, മേളത്തതിന്റെ ഇരട്ടിയായിരിക്കും കേന്ദ്രത്തിൽ. അതേപോലെ ചോദ്യം നോക്കിക്കേ, താണ്ടെ വൃത്തത്തിൽ താണ്ടെ ഇതൊരു ചാപമല്ലേ? ഈ കാണുന്ന ഒരു ചാപമല്ലേ? കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോണല്ലേ താണ്ടെ ഈ കാണുന്നത്? ഇത് അതിന്റെ മറുചാപം അല്ലേ? മറുചാപത്തിൽ ഉണ്ടാക്കിയ കോണല്ലേ ഇത്? നോക്കിയേ, നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? കോൺ എ ബി ഡിയുടെ അളവ്. എയിൽ നിന്ന് ബിയിൽ നിന്ന് ഡിയിലേക്ക് താണ്ടെ ഈ കോണിന്റെ അളവ് നമുക്ക് തന്നു. എത്ര ഡിഗ്രി ആണെന്ന് തന്നു? 30 ഡിഗ്രി ആണെന്ന് തന്നു. അപ്പൊ മേലുണ്ടാക്കിയതിന്റെ അളവ് 30 ആണെന്ന് തന്നു. എന്ത് കണ്ടുപിടിക്കാൻ? കോൺ എ സി ഡി. എ സി ഡി എന്ന് പറയുമ്പോൾ നടുക്കുണ്ടാക്കുന്നത്, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചല്ലോ. ഈ മേലുണ്ടാക്കുന്നതിന്റെ ഇരട്ടി ആണോ? തിരിച്ചു പറഞ്ഞാൽ നടുക്കുണ്ടാക്കുന്നതിന്റെ പകുതി. ഇവിടെ മേളത്തതിന്റെ ഇരട്ടി 30ന്റെ ഇരട്ടി. 30ന്റെ ഇരട്ടി എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. കോൺ എ സി ഡിയുടെ അളവ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. മേളത്തതിന്റെ ഇരട്ടി ആയിരിക്കും നടുക്ക്. തിരിച്ചു പറഞ്ഞാൽ ഈ 60ന്റെ പകുതി ആയിരിക്കും മേളിൽ. ലോജിക്ക് പിടികിട്ടിയോ? അപ്പൊ നിയമം ഇത്രയേ ഉള്ളൂ. ഒരു വൃത്തത്തിലെ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്നതിന്റെ അളവ്. ഇവിടെ മേളിൽ 30 ഉണ്ടായിട്ട് നടുക്ക് വരുമ്പോൾ അതിന്റെ ഇരട്ടി 60. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ 60 ഡിഗ്രി. 11 കുടുംബങ്ങളുടെ പ്രതിമാസ ശമ്പളം ചുവടെ ചേർക്കുന്നു. അവയുടെ മധ്യമം കണ്ടെത്തുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മധ്യമമാണ്. മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തരുന്ന ഡേറ്റയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആദ്യമേ ആരോഹണ ക്രമമാണോ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരോഹണ ക്രമത്തിൽ എഴുതണം. അതിനുശേഷം നടുക്ക് വരുന്നത്, മിഡിൽ വരുന്നത്, മധ്യത്തിൽ വരുന്നത് അങ്ങ് എടുത്താൽ മാത്രം മതി. നടുക്കുള്ളത്, നടുക്ക് 2 എണ്ണം വരുവാണെങ്കിൽ അത് തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി. ഇവിടെ നോക്കാം, നമുക്ക് ആരോഹണ ക്രമമാണോ നോക്കാം. 16,500, 17,000, 17,500, 18,000, 18,600, ഇവിടെ 19,500, 21,000, 21,050, 21,700, 22,000, 1,75,000.
നോക്കിക്കേ, നിങ്ങൾ തന്നെ നോക്കിക്കേ, ആരോഹണക്രമം തന്നെ അല്ലേ, ചെറുതിന്ന് വലുതിലേക്കല്ലേ പോകുന്നത്. ഇനി നമുക്ക് മധ്യമം കണ്ടുപിടിക്കാൻ നടുക്കുള്ളത് അങ്ങ് എടുത്താൽ പോരെ. നോക്കിക്കേ, ഇങ്ങോട്ട് 5 എണ്ണം ഉണ്ട്, താണ്ടേ ഇങ്ങോട്ടും 5 എണ്ണം ഉണ്ട്, 5 5 10. നടുക്ക് വരുന്നത് ആറാമത്തെ അല്ലേ നടുക്ക് അവിടെ വരുന്നത്, മിഡിൽ വരുന്നത്, അങ്ങോട്ടും 5 എണ്ണം ഇങ്ങോട്ടും 5 എണ്ണം, നടുക്ക് വരുന്നത് ആറാമത്തത്. അപ്പം നടുക്ക് വരുന്നതിനെ പറഞ്ഞ പേരാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ. നടുക്ക് 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. ഇവിടെ ഒരേ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ക്വസ്റ്റിന്റെ ആൻസർ 19,500, 19,500. ക്ലിയർ ആണോ? ഒരു ഘടികാരത്തിലെ 12, 3, 7 ചേർത്ത് ഒരു ത്രികോണം നിർമ്മിക്കുന്നു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഒരു റൂൾ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അതിന് മുമ്പ് അതിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക്, ഇത് സർക്കിളല്ലേ, സർക്കിൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കറങ്ങി വരാൻ 360 ഡിഗ്രി അല്ലേ. ഇവിടെ ക്ലോക്കിനകത്ത് 12 നമ്പേഴ്സ് ഇല്ലേ, അതുകൊണ്ട് 360 നമ്മൾ 12 കൊണ്ട് ഹരിച്ചു, 12 ഗ്യാപ്പ് ഉണ്ടായിട്ട് 12 ഹരിച്ചു എന്ന് പറയുമ്പോൾ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എത്ര ഡിഗ്രി ആണെന്ന് അറിയാം. 360/12 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ആണേ. ഇതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തുവാണ്. അതെ, 12ൽ നിന്ന് 3ലേക്കല്ലേ വരുന്നത്. സൂചി അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ 12ൽ നിന്ന് 3ലേക്ക് വരാൻ പറഞ്ഞു. ആ 3ൽ നിന്ന് നമുക്ക് 7ലേക്ക്, വീണ്ടും ഇതിനെ തിരിച്ച് 12ലേക്ക് പോകണം. അപ്പോൾ ഒരു ത്രികോണം ഉണ്ടായി. ഈ ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യമേ വന്നിരിക്കുന്നത് 12ൽ നിന്ന് 3ലേക്ക്. അതാണ്ട് ഇതൊരു ശാപമല്ലേ, അത് അതിൻ്റെ കേന്ദ്രത്തിൽ നാണ്ടേ കോണുണ്ടാക്കി. കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ ഇവിടെ ഒരു 30, 30, 30, 30, 30, 60, 60, 30, 90. കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാണ് 90. 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി, 12 തൊട്ട് 3 വരെ 30, 30, 60, 60, 30, 90 ആയി. കേന്ദ്രത്തിലാണ് 90. എങ്കിൽ എൻ്റെ ചോദ്യം ഈ കാണുന്നത് നമ്മൾ പഠിച്ചില്ലേ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ നടുക്കുണ്ടാക്കുന്നതിൻ്റെ പകുതിയാണെന്നല്ലേ പഠിച്ചേ. അപ്പോൾ ഈ 90ന്റെ പകുതി അല്ലേ ഇവിടെ വരുന്നത്. 90ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 45 അല്ലേ. നമുക്ക് ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി. ഞാൻ 45 ഇങ്ങോട്ട് അടയാളപ്പെടുത്തുമോ? ആ ഫിഗർ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. ഇതിൻ്റെ അളവ് 45. ഇനി ആ സൂചി 3ൽ നിന്ന് എത്രയിലേക്ക് വന്നേ? ആ അളവ് 3ൽ നിന്ന് 7ലേക്കല്ലേ. ഓരോ ഗ്യാപ്പിലും 30 ആണ്. 30, 30 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. 30, 30, 30, 30, 60, 60, 30, 90, 90, 30, 120. അതാണ്ട് കേന്ദ്രത്തിൽ, ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാണ് 120. ഇതൊരു ശാപം, അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ 120. അതിന്റെ മറുചാപത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് നിങ്ങൾ പറ. ഈ 120ന്റെ പകുതി ആയിരിക്കത്തില്ലേ അവിടെ ഉണ്ടാക്കുന്നത്? കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി. 120ന്റെ പകുതി എത്ര? 60 അല്ലേ. അപ്പൊ മേളിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി. ഇപ്പൊ നോക്കിയേ, ഒരു ത്രികോണത്തിന്റെ 2 കോണുകളായി, 45-ആയി 60-ആയി. മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റൂൾ തന്നെ നോക്കാം. ഇവിടെ ഇങ്ങോട്ട് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30 ആണ്. 7ൽ നിന്ന് വീണ്ടും 12ലേക്ക് 30, 30, 60, 60, 30, 90, 90, 30, 120, 120, 30, 150. കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാണ് 150. കേന്ദ്രത്തിൽ 150 ഉണ്ടാക്കി. ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി അല്ലേ മറുശാപത്തിൽ ഉണ്ടാക്കുന്നത്? ഈ 150ന്റെ പകുതി അല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്? അതല്ല നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച നിയമം. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് 150ന്റെ പകുതി. 150ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 75 അല്ലേ. നോക്കിക്കേ, ത്രികോണത്തിലെ കോണുകൾ 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി. ഒന്ന് കൂട്ടിക്കേ, 45ഉം 60ഉം 105 ആയില്ലേ. 105ഉം 75ഉം എന്ന് പറയുമ്പോൾ 180 ആയില്ലേ. ത്രികോണത്തിലെ 3 കോണോട് ചേർത്താൽ 180 കിട്ടിയില്ലേ. കോണുകൾ ഏതൊക്കെയാ? 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി. നമുക്ക് അവിടുത്തെ റൂൾ എന്തുവാ? ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. ഈ ഓരോന്നും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതാ. നിങ്ങൾ ഇത്ര സ്റ്റെപ്പ് വരച്ചൊന്നും ചെയ്യണമെന്നില്ല. 12ൽ നിന്ന് 3ലേക്ക് വരാൻ 30, 30, 30, 30, 30, 90, 90, 30, 30, 30, 60, 60, 30, 90. ആ 90ന്റെ പകുതി ഒന്നാമത്തെ ആംഗിൾ 45. 3ൽ നിന്ന് 7ലേക്ക് വരാൻ 30, 30, 60, 60, 30, 90, 90, 30, 120. ആ 120ന്റെ പകുതി എന്ന് പറയുമ്പോൾ 60. ഇനി 7ൽ നിന്ന് 12ലേക്ക് 30, 30, 60, 60, 30, 90, 90, 30, 120, 120, 30, 150. ആ 150ന്റെ പകുതി 75. ആൻസർ 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി. ക്ലോക്കിൽ സമയം 9:20. ഈ സമയത്തെക്കുറിച്ച് 2 പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. വായിച്ച് കൃത്യമായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന, ഈ സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് 160 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമയം എത്രയായിരുന്നു? 9:20 അല്ലേ.
അപ്പോൾ 9, 20 ആകുമ്പോൾ മിനിറ്റ് സൂചിക്ക് മണിക്കൂർ സൂചിക്ക് ഇടയിലുള്ള കോണളവ് 160 ആണെന്ന് ചെക്ക് ചെയ്യാം. അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, നോക്കിക്കേ. 30HA മൈനസ് 11/2m. എച്ച് എന്ന് പറഞ്ഞാൽ തരുന്ന മണിക്കൂർ, എം എന്ന് പറഞ്ഞാൽ തരുന്ന മിനിറ്റ്. അതിനകത്തോടെ ആ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. സമം 30 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 9 മൈനസ് 11/2 ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് 20. 30 ഗുണം 9, 30നെ 9 കൊണ്ട് ഗുണിച്ചാൽ 270 അല്ലേ. ഇവിടെ 20 രണ്ടുകൂടെ കട്ട് ചെയ്ത് 11, 10, 20/2 10 ആണെന്നറിയാം. 11 ഇൻറ്റു 10 110 എന്ന് കിട്ടിയില്ലേ. 270 നിന്ന് 110 കുറയ്ക്കാൻ, 270 നിന്ന് 110 കുറച്ചാൽ 160 തന്നെ അല്ലേ. അപ്പോൾ ആൻസർ അവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തെ 160 തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാൻ മിനിറ്റ് സൂചിക്ക് മണിക്കൂർ സൂചിക്ക് ഇടയിലുള്ള കോണളവിൻ്റെ ഇക്വേഷൻ 30HA മൈനസ് 11/2m. ഒന്നാമത്തെ കണ്ടീഷൻ ശരിയായി. നമ്മുടെ രണ്ടാമത്തെ പ്രസ്ഥാനം എന്തുവാ? ഈ സമയത്തിന്റെ പ്രതിബിംബം 2:40 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രതിബിംബത്തിലെ സമയം 2:40. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ 2 റൂൾ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ തരുന്ന സമയം 11ൽ താഴെയാണ് തരുന്നതെങ്കിൽ 11:60 നിന്ന് തരുന്ന കുറയ്ക്കുക. 11.60 നിന്ന് തരുന്ന കുറച്ചാൽ മതി. എന്നാൽ 11നും 1നും ഇടയ്ക്കാണെങ്കിൽ, 11നും 1നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 23.60 നിന്ന് കുറയ്ക്കും. ഇവിടെ 9:20 അല്ലേ തന്നിരിക്കുന്നത്. നമ്മുടെ സമയം 9:20 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 11ൽ താഴെയല്ലേ. 11ൽ താഴെയാണെങ്കിൽ നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കണം? 11.60 നിന്ന് എത്ര കുറയ്ക്കണം? 9:20 കുറയ്ക്കണം. കുറച്ച് നോക്കിക്കേ. 0, 4, 11ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 2, 2:40 തന്നെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ശരി തന്നെയാണ്. 1ഉം 2ഉം ശരി തന്നെ. അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാൻ 30HA മൈനസ് 11/2m. പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്ന്, 11നും 1നും ഇടയ്ക്കാണെങ്കിൽ 23:60 നിന്ന്. ഇവിടെ 9:20 11ൽ താഴെ ആയതുകൊണ്ടാണ് നമ്മൾ 11:60 നിന്ന് കുറച്ച്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. 12.5% തുല്യമായ ഭിന്നസംഖ്യയാണ് 1/8. 12.5% നമ്മൾ എങ്ങനെ ഇടുന്നത്? മിശ്രഭിന്നത്തെ ഒന്ന് വിഷമഭിന്നമാക്കിയാൽ 12 ഗുണം 2 24, 24 1 25, 12 2 കൊണ്ട് ഗുണിച്ച് 24, 24 1 25, 25/2 എന്ന് കിട്ടി. 12 2 24, മേളത്തെ കൂട്ടി 25, താഴത്തെ 2 അതേപോലെ. അതിന്റെ ശതമാനമല്ലേ? ശതമാനം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/100 എന്നല്ലേ. ബൈ 100ന് പകരം ഇൻറ്റു 1/100 എന്ന് എഴുതി. ഇനി കട്ട് ചെയ്താൽ പോരെ. നോക്കിക്കേ. ഈ 25 100ഉം കട്ട് ചെയ്തൂടെ? 100-നകത്ത് 25-നകത്ത് 25 ഒരു പ്രാവശ്യം, 100-നകത്ത് 25 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം ആണോ? മേളിൽ 1 × 1 1 തന്നെ. 4 × 2 8, 1/8. 12.5% അതിന് തുല്യമല്ലേ 1/8. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തുവാ? തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. നോക്കിക്കോണേ. ഒന്നാമത്തെ ശരിയാണ്, തെറ്റായിട്ടുള്ളതാണ് എടുക്കണ്ടേ. രണ്ടാമത്തിലേക്ക് വരുന്നു. 1ന്റെ 50%ത്തിന്റെ 50% 4-1. നോക്കാം. 1 എഴുതി. 1ന്റെ എന്ന് പറയുമ്പോൾ 1 ഗുണം അതിന്റെ 50% എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ എഴുതാം 100ൽ 50. വീണ്ടും അതിൻ്റെയും 50% എന്ന് പറയുമ്പോൾ വീണ്ടും 100ൽ 50 ആണോ? കട്ട് ചെയ്ത് നോക്കിക്കേ. 50-നകത്ത് 50 ഒരു പ്രാവശ്യം, 100-നകത്ത് 50 2 പ്രാവശ്യം. വീണ്ടും 50-നകത്ത് 50 ഒരു പ്രാവശ്യം, 100-നകത്ത് 50 2 പ്രാവശ്യം. ഗുണിച്ച് നോക്കിക്കേ. 1 ഗുണം 1 ഗുണം 1. മേളിലല്ല 1 തന്നെ അല്ലേ. താഴെ 2 × 2 4 തന്നെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഒന്നാമത്തെയും ശരിയായി, രണ്ടാമത്തെയും ശരിയായി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ളതല്ല, തെറ്റായിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് ചോദ്യം. 1ഉം 2ഉം ശരിയാണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. 16 3/2% തുല്യമായ ഭിന്നസംഖ്യയാണ് 1/8. നോക്കാം. മിശ്രഭിന്നത്തെ നമ്മൾ നേരത്തെ വിഷമഭിന്നമാക്കിയില്ലേ. 16നെ 3 കൊണ്ട് ഗുണിക്കാൻ 16 ഗുണം 3. നോക്കിക്കേ. 16 3 48. മേളത്തെ 2 കൂടെ കൂട്ടി 50. 50/3. അതിനെ എന്താക്കണം? ശതമാനത്തിലേക്ക് കൊണ്ടുവരാം. ഇൻറ്റു 1/100 എന്നെഴുതി. ചെറുതാക്കിക്കേ. 50-നകത്ത് 50 ഒരു പ്രാവശ്യം, 100-നകത്ത് 50 2 പ്രാവശ്യം. മേളത്തെ ഗുണിച്ച് മേളിൽ 1 × 1 1, 3 × 2 6. 1/6 എന്നാ കിട്ടിയത്. ഒറിജിനൽ ആൻസർ 1/6. 16 3/2% എന്ന് പറഞ്ഞാൽ 1/6 ആണ്. പക്ഷെ അവർ തന്നിരിക്കുന്നത് എന്തുവാ? 1/8 ആണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന എന്താണെന്ന് കിട്ടി? തെറ്റാണെന്ന് കിട്ടി. അപ്പോൾ തെറ്റായിട്ടുള്ളതല്ലേ വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 3 മാത്രം തെറ്റ്. 1ഉം 2ഉം ശരിയാണ്, തെറ്റായിട്ടുള്ളത് 3 മാത്രം. ആൻസർ 3 ആണ് ശരി. ആദ്യത്തെ 7 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ ശരാശരി എത്ര? അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ ശരാശരി ആവറേജ് ആണ് വേണ്ടുന്നത്. ഇക്വേഷൻ ശ്രദ്ധിച്ചോണേ. n × n+1 ന്റെ സ്ക്വയർ / 4.
ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ നോക്കി. n ഇൻറ്റു ഘനം എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണ്, ക്യൂബ്സ് 1 ക്യൂബ് 2 ക്യൂബ് അങ്ങനെ ക്യൂബ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ n ഇൻറ്റു n+1 സ്ക്വയർ ബൈ 4 വില കൊടുത്താൽ പോരെ. n ആദ്യത്തെ 7 എണ്ണം അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 7 ഗുണം 7 1 8. 8ന്റെ എന്ത് വേണം, സ്ക്വയർ എന്നല്ലേ പറയുന്നത്. 8ന്റെ സ്ക്വയറിനെ 8 ഗുണം 8 എഴുതിക്കൂടെ. 8ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 64 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 8 ഗുണം 8 എന്ന് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ബൈ എത്ര എന്ന് എഴുതി, 4. 7ഉം 1ഉം 8. 8ന്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് 8 ഗുണം 8 എന്ന് എഴുതി. ഇനി കട്ട് ചെയ്തു. 8ഉം 4 കട്ട് ചെയ്താൽ 8ഉം 4 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2. 8നകത്ത് 4 2 പ്രാവശ്യം. ഇനി ഗുണിച്ചെഴുതിയാൽ പോരെ. 7 × 8 56. 56ന്റെ ഇരട്ടി 56 ഗുണം 2 എന്ന് പറയുമ്പോൾ 112. ക്വസ്റ്റ്യന്റെ ആൻസർ 112. എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n ഇൻറ്റു n+1 സ്ക്വയർ ബൈ 4. എണ്ണം 7 പറഞ്ഞുകൊണ്ടാണ് 7 കൊടുത്ത് ചെയ്തത്. ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ നിക്ഷേപിച്ചു. ബാങ്ക് 1 രൂപയ്ക്ക് മാസത്തിൽ 1 പൈസയാണ് പലിശ നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? അയാൾ നിക്ഷേപിച്ച തുക എന്ന് പറഞ്ഞാൽ എത്ര രൂപ, 60,000 അല്ലേ. എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്, 2 വർഷത്തേക്കല്ലേ നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്നത് ആകെ തുക കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി പലിശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് 1 രൂപയ്ക്ക് 1 മാസമാണ് 1 പൈസ. നമ്മൾ രൂപയാക്കുമ്പോൾ 100 രൂപയെ വെച്ചാൽ ചെയ്യുന്നത്. ശതമാനം റേറ്റ് എന്ന് പറഞ്ഞാൽ ശതമാനം 100ലല്ലേ പറയുന്നത്. അപ്പം 100 രൂപയിലേക്ക് വരിക. 100 രൂപയ്ക്ക് 1 മാസം 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ. അപ്പം 100 രൂപയ്ക്ക് 1 മാസം. ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാലല്ലേ. അപ്പോൾ 1 പൈസയെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറയും 100 പൈസ എന്ന് വരുന്നില്ലേ. അപ്പം 100 രൂപയ്ക്ക് 1 മാസത്തേക്ക് 100 പൈസ. പക്ഷെ നമ്മൾ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ വർഷത്തിലല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഈ മാസത്തെ നമ്മൾ എന്തിലേക്കാക്കണം, വർഷത്തിലേക്കാക്കണം. മാസത്തെ വർഷത്തിലേക്കാൻ 12 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇവിടെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ അപ്പുറത്ത് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുന്നു, 12 കൊണ്ട് ഗുണിക്കണ്ടേ. എഴുതണ്ട, പറഞ്ഞാൽ മാത്രം മതി. നോക്ക്, 100 രൂപയ്ക്ക് ഞാൻ ഒന്നുകൂടെ എഴുതുവാണേ. 100 രൂപയ്ക്ക് 1 മാസം 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ. 100 രൂപയ്ക്ക് 1 മാസത്തേക്ക് 1 രൂപ. വർഷത്തിലേക്കാക്കാൻ ഇതിനെ എത്ര കൊണ്ട് ഗുണിച്ചു, 12 മാസമല്ലേ 1 വർഷം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനെ 12 ഗുണിക്കുമ്പോൾ ഇവിടെയും 12 ഗുണിക്കണ്ടേ. അപ്പോൾ 1 വർഷത്തേക്ക് 12 × 1 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി, 12 രൂപയായി. 100 രൂപയ്ക്ക് 12 രൂപ പലിശ എന്ന് പറയുമ്പോൾ ശതമാനം എത്ര ശതമാനം എന്ന് കിട്ടി, പലിശ നിരക്ക് 12%. ഇനി ഇത് പാടാണെങ്കിൽ ഇക്വേഷൻ I = PNR/100 എന്ന് പഠിച്ചിട്ടില്ലേ. വാല്യൂസ് ഒന്ന് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് പലിശ കിട്ടിയത് എത്ര, 1 പൈസയല്ലേ കിട്ടിയേ. അപ്പോൾ 1 പൈസ ഒന്നെന്ന് എഴുതി. പ്രിൻസിപ്പൽ എമൗണ്ട് 1 രൂപ, പൈസയല്ലേ ഇവിടെ. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസ. 100 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 1 മാസമാണ്. വർഷത്തിലേക്കാക്കുമ്പോൾ 1/12 ഇൻറ്റു റേറ്റ് കണ്ടുപിടിക്കാൻ അറിയത്തില്ല ബൈ 100. ഈ മേളത്തെ 100 താഴത്തെ 100 കട്ട് ചെയ്ത് കളഞ്ഞു. ഈ താഴത്തെ 12 ഇങ്ങോട്ടാക്കിയാൽ പോരെ. ഹരിക്കുന്ന 12 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 1 × 12 12. റേറ്റ് എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. പലിശ നിരക്ക് 12%. ഇത്ര സ്റ്റെപ്പ് ചെയ്യാതെ ലോജിക്കാണ് നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I = PNR/100 ആണെന്ന് അറിയത്തില്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് പറ, എത്രയായാലും നിക്ഷേപിച്ച് 6000 അല്ലേ, 60,000 അല്ലേ. 60,000 ഗുണം എത്ര വർഷത്തേക്കാ, 2 വർഷത്തേക്കല്ലേ. 2 ഗുണം റേറ്റ് 12%. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്തു, ഇക്വേഷൻ ചെയ്തും 12 തന്നെ കിട്ടി. അപ്പോൾ റേറ്റിന്റെ സ്ഥാനത്ത് 12 കൊടുത്തു. ബൈ 100 എന്ന് കിട്ടും. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്താൽ പോരെ. ഇവിടെ 2 0 കളഞ്ഞു. ഇവിടെ നോക്കിക്കേ, 12 ഗുണം 6. 12 ഗുണം 6 72 അല്ലേ. 72 ഗുണം 2 144 അല്ലേ. 144 എഴുതി 2 0 കൂടി. അപ്പൊ എത്ര രൂപയെ പലിശ കിട്ടിയത്, പലിശ മാത്രമാണ് 14,400. നമ്മുടെ ചോദ്യം ടോട്ടൽ എമൗണ്ട് 2 വർഷം കഴിഞ്ഞ് ആകെ കിട്ടുന്ന തുകയാണ്. അപ്പൊ ഈ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും, ഈ 14,400 രൂപ പലിശയും കിട്ടും. അപ്പൊ 60,000 പ്ലസ് 14,400 എന്ന് പറയുമ്പോൾ 60ഉം 14 74,400 എന്ന് വരും. ക്വസ്റ്റിന്റെ ആൻസർ 74,400. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ, 1.6 × 1.6 × 1.6 ഒരേ കണക്കുള്ള 3 നമ്പർ അല്ലേ. അപ്പോൾ ഇതിന് A എന്ന് കൊടുത്താൽ A × A എന്നായി. A × A എന്ന് പറഞ്ഞാൽ എന്തായി, A³ എന്ന് എഴുതിക്കൂടെ. ചിഹ്നം മൈനസ് അല്ലേ, മൈനസ് അതേപോലെ ഇട്ടു. അതേപോലെ മറ്റൊരു സംഖ്യ അല്ലേ 1.5 1.5 1.5 B എന്ന് കൊടുത്തൂടെ. B × B എന്ന് പറഞ്ഞാൽ B³ ആയില്ലേ, ഡിവൈഡഡ് ബൈ. താഴത്ത് നോക്കിക്കേ, ഈ 1.5 നമ്മൾ B എന്നല്ലേ കൊടുത്തേ. അപ്പോൾ B × B എന്ന് പറഞ്ഞാൽ B² എന്നായില്ലേ.
ചിഹ്നം പ്ലസ് എന്ന് ഇട്ടു. അടുത്തത് ബി 1.5ന് ബി എന്നല്ലേ കൊടുത്തേ, ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ബി എ അല്ലെങ്കിൽ എ ബി ഇഷ്ടമുള്ളതിൽ എഴുതാം. പ്ലസ് ഈ 1.6ന് എ എന്നല്ലേ കൊടുത്തേ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തായി, എ സ്ക്വയർ ആയി. അപ്പോൾ ഐഡന്റിറ്റി നോക്കിക്കേ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഒന്നുകൂടി നമുക്ക് അറേഞ്ച് ചെയ്തിടാം, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ താഴത്തെ എ സ്ക്വയറിന് ഞാൻ ആദ്യമേ എഴുതി, എ സ്ക്വയർ പ്ലസ് ബി എക്ക് പകരം എ ബി എന്ന് എഴുതി, എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഇങ്ങനെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ പ്രത്യേകത എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, ഇതിനൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സർവ്വസമവാക്യമുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. പിന്നെ നടുക്കുള്ള ചിഹ്നം എന്തുവാ, മൈനസ് അല്ലേ, ആ ടേം അതേപോലെ എഴുതുക, എ മൈനസ് ബി ഇൻറ്റു നടുക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു, പ്ലസ് ആരെങ്കിൽ പ്ലസ് ഇട്ടേനെ. ബാക്കി ആൻസർ താഴെ കിടപ്പുണ്ട്. ബാക്കിയുള്ളത് താഴെ നോക്കി നിങ്ങൾ എഴുതിക്കോ, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് മാത്രമുള്ള ഐഡന്റിറ്റിയാണ് ഈ കിടക്കുന്നത്. എന്തുവാ, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഹോൾ ബൈ താഴത്തത് അതേപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതിന് മാത്രമുള്ള ഐഡന്റിറ്റിയാണ് ഈ മേളിൽ എഴുതിയേക്കുന്നത്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഐഡന്റിറ്റി എന്തുവാ, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. താഴത്തത് അതേപോലെ തന്നെ എടുത്തെഴുതി. ഈ മേളത്തെ ടൈമും താഴത്തെ ടൈമും ഒരേ ടൈം അല്ലേ, അതങ്ങ് വെട്ടിക്കളയാം. ബാക്കി അവശേഷിക്കുന്നത് എന്തുവാ, എ മൈനസ് ബി. എയിൽ നിന്ന് ബി എന്ത് ചെയ്താൽ മതി, കുറച്ചെഴുതിയാൽ മാത്രം മതി. നോക്കിക്കേ, എയുടെ വില നമുക്ക് ഇവിടെ ഉള്ളത് 1.6 അല്ലേ, അപ്പോൾ 1.6ൽ നിന്ന് കുറയ്ക്കുന്നു എ മൈനസ് ബി. ബിയുടെ വില 1.5 അല്ലേ, 1.6ൽ നിന്ന് 1.5 അങ്ങ് കുറച്ചാൽ മാത്രം മതി. 6ൽ നിന്ന് 5 കുറച്ചാൽ 1 ആണെന്ന് അറിയാം, പോയിന്റ് ഇട്ടു. 1ൽ നിന്ന് 1 കുറച്ചാൽ 0. ആൻസർ 0.1. ക്വസ്റ്റിന്റെ ആൻസർ 0.1. ഐഡന്റിറ്റി ശ്രദ്ധിച്ചോണേ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തുവാ, എ മൈനസ് ബി, നടുക്ക് മൈനസ് ആയതുകൊണ്ട് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. താഴെ അതേ ടൈം തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് മേളത്തെ താഴത്തെയും വെട്ടിക്കളഞ്ഞ്. എക്ക് ഒരു ജോലി തീർക്കാൻ 15 ദിവസം വേണം. ബിക്ക് എയേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? നമ്മുടെ ചോദ്യം എന്തുവാ, എക്ക് ഒരു ജോലി തീർക്കാൻ 15 ദിവസം വേണം. ഇനി അവരുടെ എഫിഷ്യൻസിയുടെ പ്രത്യേക കാര്യക്ഷമതയുടെ പ്രത്യേകത പറഞ്ഞേക്കുന്നത്, ആരൊക്കെ തമ്മിലുള്ള ബന്ധം, എയും ബിയും ആയിട്ടുള്ള ബന്ധം. എന്തോ പറഞ്ഞേക്കുന്നത്, ബിക്ക് കൂടുതൽ, എത്ര കൂടുതൽ, 50% കൂടുതൽ. ആരേക്കാൾ, എയേക്കാൾ. ബിക്ക് കൂടുതലാണ് 50%. ശതമാനം നമ്മൾ 100ലല്ലേ പറയുന്നത്, ബിക്ക് അതിനേക്കാൾ 50 കൂടെ കൂടുതൽ. 100നേക്കാൾ 50 കൂടെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ബിക്ക് 150 ആയി, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100 ആയി. ബിക്കാണ് 50 കൂടുതൽ, 100ന്റെ കൂടെ 50 കൂടെ കൂട്ടി 150, എയ്ക്ക് അപ്പം 100. ഈ ഒരു 0 കളഞ്ഞു, ചെറുതാക്കിയാൽ 2 കിട്ടും, 3 കിട്ടും. അവരുടെ എഫിഷ്യൻസിയുടെ അംശബന്ധം 2:3. എങ്കിൽ ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നോക്കിക്കേ, വർക്ക് WET, വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വർക്ക് ബൈ ടൈം. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. നമുക്കിവിടെ ടോട്ടൽ വർക്ക് ഒന്ന് കണ്ടുപിടിക്കാം, ആകെ ചെയ്യേണ്ട ജോലി. അവരാകെ ചെയ്യേണ്ട ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ എന്തുവാ, എഫിഷ്യൻസി ഇൻറ്റു ടൈമാ. എഫിഷ്യൻസി ആരുടെ ടൈമാ, ഞാൻ ഇക്വേഷൻ എഴുതുവാണ്, എഫിഷ്യൻസി ഇൻറ്റു ടൈം. ആരുടെ ടൈമാണ് തന്നിരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത്, എ പൂർത്തീകരിക്കുന്ന ടൈമാണ് ഉള്ളത്. അപ്പോൾ എയുടെ ടൈം ഉണ്ട് എങ്കിൽ ആരുടെ തന്നെ എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി വേണം. എയുടെ എഫിഷ്യൻസി എത്രയെന്ന് കിട്ടി, നമുക്ക് 2 കിട്ടിയില്ലേ. അപ്പോൾ 2 × 15, 2 × 15 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് 30 കിട്ടി. ടോട്ടൽ ചെയ്യേണ്ട വർക്ക് 30. ഈ ജോലി ആര് പൂർത്തീകരിക്കുന്നത്, ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നല്ലേ, ബി എടുക്കുന്ന ടൈം ആണ് ചോദ്യം. പറ, ടൈമിന്റെ ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് ടോട്ടൽ വർക്ക് എത്ര കിട്ടിയേ, 30 കിട്ടിയില്ലേ. 30 ആര് ചെയ്യാൻ, ബി. അപ്പൊ ബിയുടെ എഫിഷ്യൻസി നോക്കിയേ, ബിയുടെ എഫിഷ്യൻസി 3 അല്ലേ. അപ്പൊ 30/3. 30/3 പറഞ്ഞാൽ എത്ര വരും, 10. ബിക്ക് ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം, 10 ദിവസം വേണം. ഐഡിയ മനസ്സിലായോ? 350നോട് ഏത് ചെറിയ സംഖ്യ ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? അപ്പോൾ നമ്മുടെ ചോദ്യം എന്തുവാ, 350നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. അഭാജ്യ സംഖ്യകൾ അറിയാമല്ലോ, 2, 3, 5, 7, 11 ഒക്കെ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. തരുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യയുടെ ടൈമിലോട്ടാക്കുക.
അപ്പോൾ 350 നമുക്ക് 5 കൊണ്ടോ 7 കൊണ്ടോ ഒക്കെ ഹരിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കാം. ഇവിടെ വേണമെങ്കിൽ 5 കൊണ്ട് ഹരിക്കാം. 350 5 കൊണ്ട് ഹരിക്കുന്നു. പറ 7 7 5 35, ഒരു 0 കൊടുത്തു. 70 വീണ്ടും വേണമെങ്കിൽ 5 കൊണ്ട് ഹരിച്ചൂടെ? 70-നകത്ത് 5 എത്ര വരും? 14 എന്ന് വരും. 14 വീണ്ടും 2 കൊണ്ട് ഹരിച്ചൂടെ? 14 ഹരിച്ചാൽ 7 ആണോ? അപ്പോൾ 7 അഭാജ്യം എന്നിടത്ത് വെച്ച് നിർത്തി. അപ്പോൾ 350 പകരം നമുക്ക് കിട്ടിയത് പറ 5 ഗുണം 5 ഗുണം 2 ഗുണം 7. നമുക്കിതിനെ 350 പൂർണ്ണ വർഗമാക്കണം എന്ന് പറയുമ്പോൾ ഒരേ വർഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരേ കണക്കുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കുക. 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? 12 ഗുണം 12. 24ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 ഗുണം 24. വർഗം എന്ന് പറയുമ്പോൾ ഒരേ കണക്കുള്ള രണ്ടെണ്ണം വരണം. ഇവിടെ നോക്കിയേ, 2 5 ഉണ്ട്, ഒരേപോലുള്ള രണ്ടെണ്ണോ. എന്നാൽ ഒരു 2 ഉള്ളൂ. വർഗമാകണമെങ്കിൽ ഒരു 2 കൂടെ വരണ്ടേ? അപ്പൊ ഇതിന്റെ കൂടെ ഒരു 2 കൂടെ ചേർക്കണമായിരുന്നു. അതേപോലെ ഒരു 7 ഉള്ളൂ. വർഗം എന്ന് പറയുമ്പോൾ ഒരേ കണക്കുള്ള രണ്ടെണ്ണം വരണ്ടേ? അപ്പൊ വർഗം വരണമെങ്കിൽ ഇനി ഒരു 7 കൂടെ വരണം. അപ്പൊ 2 വരണം 7 വരണം എന്ന് പറയുമ്പോൾ 2 ഗുണം 7. 2 ഗുണം 7 എന്ന് പറഞ്ഞാൽ 14. 350 എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടേ? 14 കൊണ്ട് ഗുണിച്ചെങ്കിലേ അതെന്താ ആവത്തുള്ളൂ? വർഗം ആവത്തുള്ളൂ. ഇത്തരം ചോദ്യം എന്നാൽ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. വർഗം എന്ന് പറയുമ്പോൾ ഒരേപോലെ രണ്ടെണ്ണം. 2 5 ഉണ്ട്, എന്നാൽ ഒരു 2 ഉള്ളൂ. വർഗമാക്കണമെങ്കിൽ ഒരു 2 കൂടി. ഒരു 7 ഉള്ളൂ. വർഗമാക്കണമെങ്കിൽ ഒരു 7 കൂടി. അപ്പൊ 2 ഗുണം 7 14. ഗുണിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ 14. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചത്. തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 60 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയ്ക്കും കൂടി ആകെ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്ര കിലോമീറ്ററാണ്? അപ്പോൾ എന്താ ചോദ്യം? ഒരാൾ വീട്ടിൽ നിന്ന് എ എന്ന സ്ഥലത്ത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി 40 കിലോമീറ്റർ വേഗതയിലാണ് പോയെ. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതെങ്ങനെ? 60 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. എങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എയിൽ നിന്ന് ബിയിലേക്ക്, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ആവറേജ് സ്പീഡ്, ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എ തൊട്ട് ബി വരെ, ബി തൊട്ട് എ വരെ. ഇങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത ഇക്വേഷൻ എന്തുവാ? 2ab/a+b. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്നു. എയുടെ സ്ഥാനത്ത് 40 കൊടുക്കാം, ബിയുടെ സ്ഥാനത്ത് 60 കൊടുക്കാം. ഒന്ന് കൊടുത്ത് പറ. 2 × 40 × 60 ഡിവൈഡഡ് ബൈ 60 + 40 എന്ന് പറയുമ്പോൾ 100 ആയില്ലേ? ഈ ഒരു 0 ഒരു 0 കളഞ്ഞു, ഈ ഒരു 0 ഒരു 0 കളഞ്ഞു. 4 2 8 8 6 48. അയാളുടെ ശരാശരി വേഗത, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ശരാശരി വേഗതയാണ് എത്രയെന്ന് കിട്ടിയത്? 48 km/h. അയാൾ ആ യാത്രക്കെടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെടുത്ത ആകെ സമയമാണ് എത്ര? 5 മണിക്കൂർ. നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണേ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? സ്പീഡ് ഇൻറ്റു ടൈം എന്നല്ലേ? സ്പീഡ് ശരാശരി വേഗത മൊത്തത്തിലുള്ളത്, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഉള്ളത് എത്ര? 48 ഗുണം ടൈം 5 മണിക്കൂർ അല്ലേ? 48 ഗുണം 5 എന്ന് വന്നു. 48നെ 5 കൊണ്ട് ഗുണിക്കുന്നു. 8 5 40, 5 4 20, 20 4 24, 240 ഡിസ്റ്റൻസ് ആയതുകൊണ്ട് കിലോമീറ്റർ എന്ന് കിട്ടി. അത് ദൂരം നോക്കിക്കോണം. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പൊ ടോട്ടൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും ആകെ ദൂരമാണ് എത്ര? 240. പക്ഷെ നമ്മുടെ ചോദ്യം എന്തുവാ? ഒരിടത്തേക്ക് മാത്രം, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള മാത്രം ദൂരം എന്ന് പറഞ്ഞാൽ ഈ 240ന്റെ എന്തെടുത്താൽ മതി? പകുതി. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും കൂടിയാണ് ആകെ 240 എടുത്തത്. അപ്പോൾ ഒരിടത്തേക്ക് മാത്രമുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ 240ന്റെ പകുതി. 240ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 120 കിലോമീറ്റർ. ക്വസ്റ്റ്യന്റെ ആൻസർ 120 കിലോമീറ്റർ. അപ്പോൾ √1296 വില 36 നമുക്ക് തന്നു. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 12.96 റൂട്ട് പ്ലസ് √0.1296 പ്ലസ് 0.001296. ഇതിന്റെ എല്ലായിടത്തെയും പോയിന്റ് മറ്റു സംഖ്യ നോക്കിക്കേ. 1296, ഇവിടെയും 1296, ഇവിടെയും 1296. അപ്പൊ എല്ലായിടത്തെ ആൻസർ നമുക്ക് റൂട്ട് അതിന്റെ 36 ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ആദ്യമേ ആ 36 എല്ലായിടത്തും അങ്ങ് കൊടുത്തു. പിന്നെ നമുക്ക് പോയിന്റ് ഇടാം. എല്ലായിടത്തെയും 36 എഴുതി. ഇനി നോക്കിക്കേ, റൂട്ടിന് വെളിയിലേക്ക് പോയിന്റ് ഇടുന്ന പ്രത്യേകത. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുള്ളേ? 1 2 സ്ഥാനം ഉള്ളേ. അതിന്റെ പകുതി എത്ര അക്കം ഉണ്ടോ അതിന്റെ പകുതി. 2 അക്കം ഉണ്ടായിട്ട് അതിന്റെ പകുതി 1 അക്കം. 2ന്റെ പകുതി 1. അപ്പൊ ഇവിടെ നിങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി 3.6.
ഇവിടെ പോയിന്റ് ആയിട്ട് 4 സ്ഥാനമില്ലേ, 4ന്റെ പകുതി. അപ്പോൾ എത്ര സ്ഥാനം മാറ്റണം? 2 സ്ഥാനം മാറ്റണം. 1 2 2 സ്ഥാനം മാറ്റുമ്പോൾ 0.36 എന്ന് കിട്ടി. പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, ഇവിടെയും പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 6 6 പകുതി 3 മാറ്റണ്ടേ. ഇവിടെ നിങ്ങോട്ട് 3 മാറ്റി. 1 2 3 3 മാറ്റാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുത്തു. 1 2 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാനല്ലേ ഡെസിമൽ നമ്പേഴ്സിന്റെ കൂട്ടുന്നത്. പോയിന്റ് നേർക്ക് പോയിന്റ് ഇട്ടു. 3.6 പ്ലസ് 0.36 പ്ലസ് 0.036 സാധാ ഇതിൽ അങ്ങ് കൂട്ടി എഴുതുക. ഇവിടെ 6 6 3 9 6 3 9 3. ക്വസ്റ്റ്യന്റെ ആൻസർ 3.996. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 610 രൂപയായാൽ നിശ്ചിത തുക എത്ര? ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് 610. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. 3 വർഷത്തെ കേസാണെങ്കിൽ ഡിഫറൻസ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഡി സമം, ഇക്വേഷൻ ആണെങ്കിൽ നോക്കിക്കേ, പി ഇൻറ്റു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ. പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ. റേറ്റിൻ്റെ സ്ക്വയർ ബൈ 100 സ്ക്വയർ. ഇവിടം വരെ എഴുതിയാൽ 2 വർഷത്തെ. ഇനി അതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടെ ചേർക്കണം. 3 വർഷം വരണമെങ്കിൽ ഇവിടം വരെ ആണെങ്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഇക്വേഷനോ. 3 വർഷം ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടി, 300 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. 3 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ, ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100. ഇനി അതിനകത്തോട് വില കൊടുത്തു വന്നാൽ മാത്രം നമുക്കുള്ള വിലകൾ കൊടുക്കുക. ഡിഫറൻസിന്റെ സ്ഥാനത്ത് നമുക്ക് എത്രയുണ്ട്? 610 ഉണ്ട്. 610 സമം പ്രിൻസിപ്പൽ എമൗണ്ട് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റിന്റെ സ്ഥാനത്ത് 5. 5ന്റെ എന്തെടുക്കാനാ? സ്ക്വയർ അല്ലേ. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, അല്ലെങ്കിൽ 5 ഗുണം 5 എന്ന് എഴുതാം. ഇവിടെ താഴെ 100ന്റെ സ്ക്വയർ അല്ലേ. 100ന്റെ സ്ക്വയർ ഞാൻ 100 ഗുണം 100 എന്ന് എഴുതി. കുഴപ്പമല്ല ഉണ്ടോ? 100ന്റെ സ്ക്വയർ 100 ഇൻറ്റു 100, അല്ലെങ്കിൽ ഒന്ന് എഴുതിയിട്ട് 4 0, അത് നിങ്ങളുടെ ഇഷ്ടം. ഇൻറ്റു 300 പ്ലസ് ആർ. ആർ എത്ര? 5 അല്ലേ. അപ്പൊ 300 പ്ലസ് 5, 300 5 ചേർത്ത് എത്ര എഴുതി? 305 എന്ന് എഴുതി. ബൈ താഴെ വീണ്ടും ഒരു 100 കൂടി ഉണ്ട്. ഇവിടം വരെ ആണെങ്കിൽ ഇത്രയും ഭാഗം വരെ ആണെങ്കിൽ 2 വർഷത്തെ, ഇതുകൂടി ചേർക്കുമ്പോഴാണ് 3 വർഷത്തെ ആയി. ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആൻസറിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം പ്രത്യേകത എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ ഒരു 25ഉം ഈ ഒരു 100ഉം. 25നകത്ത് 25 ഒരു പ്രാവശ്യം, 100നകത്ത് 25 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഇവിടെ 610 ഇല്ലേ സമത്തിന് ഇപ്പുറം. സമത്തിനപ്പുറം നോക്കിക്കേ, ഇതെല്ലാം ഗുണിച്ചിരിക്കുമല്ലേ. അപ്പുറത്തൊരു 305 ഇല്ലേ. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 305ന്റെ ഇരട്ടി അല്ലേടെ 610. അപ്പുറവും ഇപ്പുറവും ഇവിടെ ഗുണിച്ചിരിക്കുമായത് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ 610ഉം ഈ 305ഉം. 305നകത്ത് 305 ഒരു പ്രാവശ്യം, 610നകത്ത് 305 2 പ്രാവശ്യം. കാരണം 305ന്റെ ഇരട്ടിയാണ്. നമുക്ക് വേണ്ടുന്ന പി ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പി തന്നെയല്ലേ. ഈ താഴെ കിടക്കുന്നതിനെല്ലാം ഇങ്ങോട്ടാക്കിയാൽ പോരെ. ഇവിടെ ഉള്ളത് 2 ഗുണം ഈ താഴെയുള്ളത് 4 ഇൻറ്റു വീണ്ടും ഒരു 100, അതെ വീണ്ടും ഒരു 100 ഇതിനെ കൊണ്ടുവന്നു. ഇനി മേളിലുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? പി തന്നെ ഉള്ളൂ. പി ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പി തന്നെയല്ലേ ഉള്ളൂ. ഗുണിച്ചാൽ പോരെ. 4 2 8. 8 എഴുതിയിട്ട് എത്ര 0 കൂടി? 4 0 അല്ലേ. 8 എഴുതിയിട്ട് 4 0 കൂടി. ആൻസർ പ്രിൻസിപ്പൽ എമൗണ്ട് വന്നത് എത്ര? 80,000 രൂപ. ഇക്വേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഡിഫറൻസ് 3 വർഷത്തെ ആണെങ്കിൽ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ. ഇവിടം വരെ അതാണ്ട് ഇത്രയും പോർഷൻ വരെ എത്ര വർഷത്തെ? 2 വർഷത്തെ. ബാക്കി കൂടി ചേർക്കുമ്പോഴാണ് 3 വർഷത്തെ. 3 വർഷത്തെ ആകുമ്പോൾ 300 പ്ലസ് ആർ ബൈ 100. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.